ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 170 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പതിനഞ്ചാമത്തെ ന്യായാധിപനാണ് ശമൂവേൽ. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ബേഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ച് രാമയിൽ മടങ്ങി വന്നു. അവിടെയായിരുന്നു അവൻ്റെ വീട്. ശമൂവേൽ ബാലനായിരുന്നപ്പോൾ ജനത്തിൻ്റെ അവസ്ഥ. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഏലി പുരോഹിതന്റെ കാലം പോലെ ന്യായാധിപന്മാരുടെ കാലത്ത് ഇത്രയും മോശമായ ഒരു ജീവിതവും ഭരണവും ഉണ്ടായില്ല. ഇതിന് നടുവിൽ പ്രാർത്ഥിക്കുന്ന ഹന്നയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് സഭയുടെ ഏറ്റവും നിലനിൽപ്പെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കൂട്ടം ആളുകളുണ്ട്. അവരെ ജനങ്ങൾക്കോ സഭയ്ക്കോ ഒന്നും അറിയേല. പക്ഷേ അവരും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവം ഓരോ സമയത്ത് എഴുന്നേൽപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ അനന്യാസ് എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന വീരനുണ്ടായിരുന്നു. ശൗലിനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ പിന്നെ അനന്യാസിനെ എങ്ങും കാണുന്നില്ല. ഇങ്ങനെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ സഭയ്ക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം കുറെ പ്രാർത്ഥനാ വീരന്മാർ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ ചരിത്രം നോക്കാം. എഫ്രയീം മലനാട്ടിലെ എൽക്കാനയുടെ ഭാര്യയായിരുന്നു. അവൾക്ക് മക്കൾ ഇല്ലായിരുന്നു. ഇസ്രായേലിന്റെ അവസ്ഥ മാറ്റുവാൻ എനിക്ക് ഒരു മകനെ തരണമേ, അവിടായിരുന്നു പ്രാർത്ഥന. വേറെ ഒന്നുമല്ല. ഇസ്രായേലിന്റെ അധപ്പതനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നീ എനിക്കൊരു പുരുഷ പ്രജയെ തരണമേ. അവൾ ഏലിയുടെ മന്ദിരത്തിൽ ചെന്ന് യഹോവയോടെ പ്രാർത്ഥിച്ചവളെ പ്രാർത്ഥിച്ചു കരഞ്ഞു. നീ എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ശവരക്കത്തി തൊടുകിക്കില്ല. ഇന്നത്ര അമ്മമാരെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേൽപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? വളരെ കുറവായിരിക്കുന്ന ഒരു കാലയളവാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും പ്രതികൂലം ഉണ്ടാകും. കാരണം ആത്മീയ പോർക്കളത്തിലെ ഒരു യുദ്ധമാണ് പ്രാർത്ഥന. അവിടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഒരു ശബ്ദവും ഉണ്ടായില്ല. ഈ പറയപ്പെട്ട ഒരു ശബ്ദവും പുറത്തേക്ക് വന്നില്ല. പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചത്?
അതരം അനങ്ങിയില്ല, ശബ്ദം കേൾപ്പാനുമില്ലായിരുന്നു. ഇതെന്തൊരു പ്രാർത്ഥന! ഇതാണ് തകർന്ന മനസ്സിന്റെ ഹൃദയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കും ആ നിലവാരത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഏലി അവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ ചില മൂളല് മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഏലിക്ക് അവളോട് ചില കാര്യം പറയണമെന്ന് തോന്നിയത്. പ്രാർത്ഥനയുടെ ഒരു വാചകങ്ങളും ഏലി കേട്ടതയില്ല. പിന്നെ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മൂളലുകൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ പറയുന്നു. ഇത് ഏലി കേട്ടപ്പോൾ ഏലിക്കൊരു ചിന്താഗതി, ഇവളെ ലഹരി പിടിച്ചിട്ട് ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നോക്കിക്കോണം പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങള്. ഏലി പുരോഹിതൻ പറയുന്നൊരു വാക്ക്, നിന്റെ ലഹരി ഒന്ന് ഇറങ്ങട്ടെ. ഇതിങ്ങനെ പറയാനുള്ള കാര്യം ഏലിയുടെ ജീവിതത്തിലെ അനുഭവം ആയിരിക്കാം. അല്ലെങ്കിൽ അനുഭവം ഇല്ലാത്തൊരാളെ ഈ നിലയിൽ പറയുകയില്ല. ഏലി പുരോഹിതനാണെങ്കിൽ ഇപ്പോൾ കണ്ണിനും കാഴ്ച കുറഞ്ഞു കഴിഞ്ഞു. അനുഭവമാണ് ഏലി പറഞ്ഞതെന്ന് തോന്നുന്നു. നമ്മളോട് ആരെങ്കിലും, ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ ഈ നിലവാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കഴിയുമ്പോൾ പറയുകയാണ്, നീ ലഹരി പിടിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതാ പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ മറുപടി, അങ്ങനെയല്ല യജമാനനെ അങ്ങനെ വിളിച്ചത്, വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. അവിടെ ജീവിതത്തിൽ അത് കുടിച്ചിട്ടില്ല. അടുത്തൊരു പ്രത്യേക പദം പറയുന്നത്, ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയായിരുന്നു. എൻ്റെ ഹൃദയത്തിന്റെ വേദന അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. ഹൃദയം പകരുകയായിരുന്നു. ഇവിടെ ഹൃദയത്തിന്റെ വേദനകൾ അങ്ങോട്ട് പറയുകയായിരുന്നു. ദൈവജനമേ, ഞാൻ ആത്മീയ സന്ദേശം പറയാം. നിന്റെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ കാണും, കടത്തിന്റെ ഭാരങ്ങൾ കാണും, ആരോടും പറയാത്ത രോഗത്തിന്റെ പ്രയാസങ്ങൾ കാണും, മക്കളെ പറ്റിയുള്ളതായ പ്രയാസങ്ങൾ, സ്വന്തമായൊരു വീടില്ല, നാളുകളായി വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് പ്രയാസ നടുവിൽ താമസിക്കുന്നവരാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്കൊന്ന് പകരുവാനുള്ള അവസരം ഉണ്ടാകട്ടെ. ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ടു. ഒരു മകൻ ജനിച്ചു. അവനെ ശൗമേൽ എന്ന് പേരിട്ടു. ദൈവം അനുവദിച്ചാൽ ക്ലാസ് തുടരാം. പ്രാർത്ഥിക്കുക. അനേകർ യേശുവിനെ അറിയണം. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടായതിനു വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.